മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 4 വിഷയങ്ങൾ അവനുണ്ടായാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. അവൻ ദുനിയാവിലെ വിജയിയാണ്. 4 വിഷയം അവനുണ്ടായാൽ അവൻ ദുനിയാവിലെ വിജയിയാണ്. ഏതൊക്കെയാണ് ആ 4 വിഷയങ്ങൾ? ഒന്ന്, അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ അല്ലാഹുവിനെ പേടിയുള്ള ദീനീ ബോധമുള്ള അച്ചടക്കമുള്ള ഭാര്യയുണ്ടാവുക എന്നുള്ളതാണ്. ഇത് ലഭിച്ചവൻ ദുനിയാവിലും വിജയിയാണ്, ആഖിറത്തിലും വിജയിയായിരിക്കും. രണ്ടാമത്തെ സൗഭാഗ്യം വൽ മസ്കനുൽ വാസിഅ, വിശാലമായ വീട്, സൗകര്യങ്ങളുള്ള വീട്, കുടുസല്ലാത്ത വീട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഏത് ആവശ്യങ്ങൾ വരുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായ മനോഹരമായ വീട് ഒരാൾക്ക് ലഭിച്ചാൽ അയാളും ദുനിയാവിലെ ഭാഗ്യവാനാണെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേതോ വൽ ജാറുസ് സ്വാലിഹ്, സ്വാലിഹായ അയൽവാസി, സ്വഭാവിയായ അയൽവാസി, നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ കുറവുകൾ, നമ്മുടെ ന്യൂനതകൾ മറച്ചുവെക്കുകയും ചെയ്യുന്ന സ്വഭാവികളായ അയൽവാസികളും ഏതെങ്കിലും ഒരാൾക്ക് ലഭിച്ചാൽ അവർ ദുനിയാവിലെ ഭാഗ്യവാന്മാരാണെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് വൽ മർകബുൽ ഹനീ, വളരെ മനോഹരമായ യാത്ര ചെയ്യാൻ അനുയോജ്യമായ ഒരു വാഹനം ആർക്കാണോ ലഭിക്കുന്നത് അവർ ദുനിയാവിലെ ഭാഗ്യവാന്മാരാണ്. യാത്ര ചെയ്യാൻ സൗകര്യമുള്ള വാഹനം എന്ന് പറയുമ്പോൾ അത് ഓരോ ആളുകളുടെ വരുമാനത്തിനനുസരിച്ചാണ്, ഓരോ ആളുകളുടെ കംഫർട്ട് സോൺ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയില്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ബൈക്കായിരിക്കും അവരുടെ യാത്രാ സൗകര്യത്തിന് പറ്റിയ വാഹനം. ഒരൽപ്പം സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുമ്പോൾ അവർ ചെറിയ ഒരു കാറിലേക്ക് മാറും, പിന്നെ അവർ ഒരു XUV വണ്ടിയിലേക്ക് മാറും. അങ്ങനെ വണ്ടിയുടെ വില എന്ന് പറയുന്നത്, വണ്ടിയുടെ വിശാലത എന്ന് പറയുന്നത് 50,000-ൽ നിന്നും 5 കോടിയിലേക്ക് വരെ നീളാം. അത് ഇസ്ലാമിൽ നിരുത്സാഹപ്പെടുത്തിയ വിഷയമല്ല. ഓരോ ആളുകളുടെ കംഫർട്ട് സോൺ നമ്മൾ മനസ്സിലാക്കണം, അവരവരുടെ വരുമാനത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് ഒരാൾക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനം ലഭിച്ചാൽ അതും വലിയ ഒരു സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ് എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 4 കാര്യങ്ങൾ പരാജയത്തിന്റെ അടയാളമാണ് എന്നാണ്. ദുനിയാവിൽ തന്നെ അയാൾ പരാജയപ്പെട്ടു എന്നതിന്റെ ലക്ഷണം 4 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് അൽ മർഅതു സൂ, ദുസ്വഭാവിയായ അല്ലാഹുവിനെ പേടിയില്ലാത്ത, ഫാഷനബിൾ അഫക്റ്റേഷൻ എന്ന് നമ്മൾ പറയാറുള്ള മോഡേൺ ലേഡിയെ ഒരാൾക്ക് ഭാര്യയായി ലഭിച്ചാൽ, അല്ലാഹുവിനെ പേടിയില്ലാത്ത, ദീനീ ബോധമില്ലാത്ത, അച്ചടക്കമില്ലാത്ത, ആധുനികമായ സുഖങ്ങളോടും ഭൗതികമായ സുഖലോലുപതയോടും താല്പര്യമുള്ള ഒരു പെണ്ണിനെ ഒരാൾക്ക് ഭാര്യയായി ലഭിച്ചാൽ അവളൊരു പക്ഷേ സുന്ദരിയായിരിക്കാം, അവളൊരു പക്ഷേ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, അവളൊരു പക്ഷേ ഉന്നതമായ സ്ഥാനങ്ങളുള്ളവളായിരിക്കാം. പക്ഷേ അത് അവന്റെ ജീവിതത്തിലെ പരാജയമാണ്, അവന്റെ പാരത്രിക ലോകത്തെ പരാജയമാണ്. ദുസ്വഭാവിയായ അല്ലാഹുവിനെ പേടിയില്ലാത്ത ഒരു പെണ്ണിനെ ലഭിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് വൽ ജാറു സൂ, ദുസ്വഭാവിയായ അയൽവാസിയെ കിട്ടുക. ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിലൊക്കെ തർക്കങ്ങളും പ്രശ്നങ്ങളും, എപ്പോഴും വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുക, ആക്രമിക്കുക, പാരവെക്കുക, നമ്മുടെ കുറവുകൾ മറ്റുള്ളവരോട് പോയി പറയുക, ഫിത്നയുണ്ടാക്കുക, ഫസാദുണ്ടാക്കുക, നമ്മൾക്കെതിരെ കേസ് കൊടുക്കുക. ഈ രീതിയിൽ കൺജസ്റ്റഡ് മൈൻഡുള്ള,
ഒരു കുടുസായ മൈൻഡുള്ള ആളുകളെ നമ്മൾക്ക് ലഭിച്ചാൽ, അയൽവാസികളായി ലഭിച്ചാൽ, അവന്റെ ജീവിതത്തിന്റെ സുഖങ്ങൾ നഷ്ടപ്പെട്ടവനാണ്, ഹതഭാഗ്യവാനാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മർകബുസ്സൂ, ഒരാൾക്ക് വാഹനമുണ്ട്, പക്ഷേ ആ വാഹനം കൊണ്ടൊരു ഉപകാരവുമില്ല. എവിടേക്കെങ്കിലും യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പകുതിയിൽ എന്തെങ്കിലും തകരാറുകൾ വന്ന് പകുതിയിൽ ബാക്കിയാകും, പിന്നെ വേറൊരു ഓട്ടോ പിടിച്ചു പോകണം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ ഈ വണ്ടി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, വണ്ടിയിൽ AC ഇല്ല. ശക്തമായ ചൂടുള്ള ദിവസങ്ങളിൽ ഒന്ന് ചൂട് സഹിക്കാതെ ഒന്ന് ശരീരം തണുപ്പിച്ച് യാത്ര ചെയ്യാൻ സംവിധാനങ്ങളില്ല വണ്ടിയിൽ. ഞാൻ പറഞ്ഞത് ഓരോ ആളുകളുടെ സൗകര്യം അനുസരിച്ചിട്ടാണ്. ചില ആളുകൾക്ക് AC യുടെ ആവശ്യം ഉണ്ടാവില്ല, അപ്പൊ അയാൾക്ക് AC ഇല്ലാത്ത വണ്ടി അസൗകര്യം. ചില ആളുകൾക്ക് AC നിർബന്ധമാണ്, അപ്പൊ അവർക്ക് AC ഉള്ള വണ്ടി വേണം. ചില ആളുകൾക്ക് വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ കുലുക്കങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. 120-ലും 140-ലൊക്കെ പോകേണ്ടി വരും. സഡൻ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടി കുലുങ്ങാൻ പാടില്ല. അപ്പൊ നമ്മുടെ ചെറിയ വണ്ടി എടുത്താൽ നടക്കൂല, വലിയ ലക്ഷൂറിയസ് വാഹനങ്ങൾ എടുക്കേണ്ടി വരും. ചവിട്ടുമ്പോ വണ്ടി നിൽക്കും, അകത്തുള്ളവർക്ക് അറിയില്ല. കിലോമീറ്ററുകളോളം യാത്ര ചെയ്താലും ശരീരത്തിനൊരു അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല. ചില ആളുകൾക്ക് വണ്ടിയിൽ വായന നടത്തേണ്ടി വരും. ഇതൊക്കെ ഓരോ ആളുകളുടെ സൗകര്യത്തിനനുസരിച്ചാണ്, അപ്പൊ സാമ്പത്തിക വരുമാനത്തിനനുസരിച്ചാണ്. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചൊരു വാഹനം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. അത് ലഭിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നാലാമത്തേത് വൽ മസ്കനുൽ ളയ്യിഖു, ഇടുങ്ങിയ വീട് ഒരാൾക്ക് ലഭിച്ചാൽ, വിശാലതയില്ലാത്ത കുടുസായ ഒരു വീട്, ചെറിയ വീടാണ്, ഒന്ന് തിരിയാൻ സ്ഥലമില്ല, ബെഡ്റൂമിൽ കയറിയാൽ നമ്മുടെ ഒരു കട്ടിലല്ലാതെ വേറൊരു വസ്തു പോലും അവിടെ ഇടാൻ സ്ഥലമില്ല. ഒന്നവിടെ നിസ്കരിക്കണമെന്ന് തോന്നിയാൽ നിസ്കരിക്കാൻ സ്ഥലമില്ല, ഖുർആൻ ഓതണമെന്ന് തോന്നിയാൽ ഖുർആൻ ഓതാനും സ്ഥലമില്ല. ആ ഒരു രീതിയിൽ കുടുസായ വീടാണ് ഒരാൾക്ക് ലഭിക്കുന്നതെങ്കിൽ ആരെങ്കിലും അതിഥികളെ വീട്ടിലേക്ക് വിളിക്കാൻ കഴിയുന്നില്ല, സൗകര്യമില്ല. അവർക്ക് താമസിക്കാൻ ഒരു മുറി സൗകര്യം പോലും വീട്ടിലില്ല. അവർക്ക് ഭക്ഷണം വിളമ്പാൻ സംവിധാനം വീട്ടിലില്ല. ഈ രീതിയിൽ ചെറിയ ഇടുങ്ങിയ വീടാണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാളും ജീവിതത്തിലെ സുഖം ആസ്വദിച്ചവരിൽ പെട്ടവരല്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ അവർക്ക് സൗകര്യമുള്ള മനോഹരമായ വീട് തന്നെ എടുക്കണം. സാമ്പത്തികമായി നിങ്ങളുടെ വരുമാനം പോലെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ വീട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 7 മുഴം വീതിയായിരുന്നു, 10 മുഴം അതിന്റെ ഹൈറ്റ് 10 മുഴത്തോളം, 11 മുഴത്തോളമായിരുന്നു. ഈ ഒരു രീതിയിൽ ചെറിയ വീടായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റേത്. എന്നിട്ടും നബി തങ്ങൾ പറഞ്ഞത് വൽ മസ്കനുൽ വാസിഅ, വിശാലമായ വീട് ഒരാൾക്ക് വേണം, അത് ജീവിതത്തിലെ ഭാഗ്യമാണെന്ന്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശാലമായ വീട് നിർമ്മിക്കാൻ സാമ്പത്തികമായ ശേഷിയില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല. സ്വഹാബാക്കളോട് ഒന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന് ഏത് കൊട്ടാരം വരെ നിർമ്മിച്ചു കൊടുക്കാൻ സ്വഹാബാക്കൾ തയ്യാറാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് പർവ്വതങ്ങൾ ഓടി വരുന്നുണ്ട്. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി, സ്വർണ്ണത്താലുള്ള പർവ്വതം അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. നബിയേ, ഈ പർവ്വതം മുഴുവനും ഞാൻ സ്വർണമാക്കി മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വേണ്ട വേണ്ട, എനിക്ക് സ്വർണമാക്കി ഒരു പർവ്വതം മാറുന്നതിനേക്കാളും എനിക്കിഷ്ടം ചില ദിവസങ്ങളിൽ പട്ടിണി കിടന്ന് ഭക്ഷണം കിട്ടിയാൽ ഭക്ഷണം കഴിച്ച് അല്ലാഹുവിന് ശുക്ർ ചെയ്ത്, ഇനി ഭക്ഷണം കിട്ടിയില്ല, ദാരിദ്ര്യമാണെങ്കിൽ അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞ് ക്ഷമയോടുകൂടി ജീവിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് ദുനിയാവിന്റെ സുഖാഡംബരങ്ങൾ വേണ്ട എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം
നബിതങ്ങളുടെ വീട് വളരെ വലുതാണ്, അതുപോലെ എനിക്കും വീട് വെക്കണമെന്നൊരു അനുയായി ആഗ്രഹിക്കുകയാണ്. പക്ഷേ അയാൾക്ക് അങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് മാനസികമായൊരു പ്രയാസം വേണ്ട എന്നായിരിക്കും അള്ളാഹുവിന്റെ ഹബീബ് ചിന്തിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് കന്യകയായി വിവാഹം കഴിച്ചത്. മറ്റുള്ള എല്ലാ സ്ത്രീകളും വിവാഹം കഴിച്ചതിന് ശേഷം വിധവകളായ സ്ത്രീകളായിരുന്നു മറ്റുള്ള എല്ലാ ഭാര്യമാരും. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാത്രമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരിൽ കന്യകയായ ഭാര്യയായിട്ടുള്ളത്. ആ വിവാഹം നബി തങ്ങൾക്ക് വളരെ കെങ്കേമമായി കഴിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു ആടിനെ പോലും നബി തങ്ങൾ അറുത്തുകൊണ്ട് വിവാഹം കഴിക്കാത്തത് അത് എന്റെ അനുയായികൾക്ക് എന്നെ പോലെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ, ഒരു പക്ഷേ സാമ്പത്തികമായി അഭിവൃദ്ധി ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ വിവാഹം കഴിച്ചു വളരെ മനോഹരമായി, അവർക്കാണെങ്കിൽ സാമ്പത്തികമായ ശേഷിയില്ല, അവർക്കതൊരു വിഷമം വരരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിഷമത്തോടെ കരയുന്നത്, വേദനിച്ച് വിഷമിച്ചിരിക്കുന്ന രംഗം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? മക്ക കീഴടക്കിയ ദിവസമാണ്, ശത്രുക്കളിൽ നിന്ന് നാടും വീടും തിരിച്ചു പിടിച്ച ദിവസമാണ്. എല്ലാവരും വളരെ സന്തുഷ്ടരായി ഇവിടെ സന്തോഷിച്ചിരിക്കുമ്പോൾ എന്ത് നബിയെ നിങ്ങൾ മാത്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ആയിഷ, ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു പോയി ആയിഷ. ഞാൻ വിചാരിക്കുകയാണ് അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അള്ളാഹു എന്നോട് നിർബന്ധിപ്പിച്ചിട്ടില്ല, അള്ളാഹു എന്നോടത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാനത് ചെയ്തു പോയി ആയിഷ, എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നുകയാണ്. എന്താണ് നബിയെ കാര്യം പറയൂ എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ, ആയിഷ, ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധമായ കഅബയുടെ അകത്തളങ്ങളിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുകയുണ്ടായി ആയിഷ. കഅബയുടെ അകത്തളങ്ങളിൽ വെച്ച് നിസ്കരിക്കണമെന്ന് എന്റെ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടില്ല, കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനാണ് പറഞ്ഞത്. ഇനി എന്റെ കാലശേഷം വ്യത്യസ്തമായ നാടുകളിൽ നിന്ന്, വിദൂരമായ നാടുകളിൽ നിന്ന് ഈ കഅബ കാണാൻ കടന്നു വരുന്ന എന്റെ ഉമ്മത്തിലെ, എന്റെ സമുദായത്തിലെ പാവങ്ങളായ ആളുകൾക്ക് എന്റെ ഹബീബ് കഅബയുടെ അകത്തളങ്ങളിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ടല്ലോ, എനിക്കും നിസ്കരിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. കഅബയുടെ അകത്തളങ്ങളിൽ വെച്ച് നിസ്കരിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. ഞാൻ അങ്ങനെ നിസ്കരിച്ചത് കൊണ്ടല്ലേ അവർക്ക് ആഗ്രഹം തോന്നുക, പക്ഷേ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. എന്റെ സമുദായത്തിനതൊരു വിഷമമായി മാറൂലേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല, വീട് വെക്കാൻ നബി തങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല, അതേപോലെ കല്യാണം വളരെ മനോഹരമായി വളരെ ആർഭാടത്തോടെ വിവാഹം കഴിക്കാൻ നബി തങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ ശേഷം വരുന്ന എന്റെ സമുദായക്കാർ നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്കും അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ അസ്വസ്ഥരാകും. അല്ലെങ്കിലോ മുതലാളിമാരായ ആളുകൾ ലക്ഷക്കണക്കിന് ചെലവഴിച്ചുകൊണ്ട് മനോഹരമായി കല്യാണം കഴിക്കുമ്പോൾ പാവങ്ങളായ ആളുകൾക്ക് ആശ്വസിക്കാമല്ലോ, ഇവരങ്ങനെ കഴിച്ചാൽ എന്താ, എന്റെ ഹബീബ് ഒരു ആടിനെ പോലും മറുക്കാതെയല്ലേ വിവാഹം കഴിച്ചത്, എന്റെ കൂടെ എന്റെ ഹബീബ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. ഇന്നലെ ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു വീട്ടിൽ കയറി. 12 കോടിയുടെ വീടാണത്, 12 കോടി ചെലവഴിച്ച വീടാണത്. അങ്ങനെയുള്ളൊരു വീടെടുക്കുമ്പോ പാവങ്ങളായ ആളുകൾ കൊതിക്കും, എനിക്കും ഇതുപോലെ
ഇതുപോലൊരു വീട് വേണമെന്ന്. പക്ഷേ അവർക്ക് എടുക്കാൻ കഴിയില്ല. ആ സമയത്ത് അവർക്ക് ആശ്വസിക്കാൻ കഴിയുന്നത് എന്റെ ഹബീബിന്റെ വീടിന്റെ വീതി 7 മുഴം ആയിരുന്നല്ലോ, എന്റെ ഹബീബിന്റെ വീടിന്റെ ഹൈറ്റ് 11 മുഴമായിരുന്നല്ലോ, അപ്പൊ എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ പാവങ്ങൾക്കൊരു വകയുണ്ട്, പാവങ്ങൾക്കൊരവസരമുണ്ട്. അതായിരിക്കണം അള്ളാഹുവിന്റെ ഹബീബ് സുഖാഡംബരങ്ങളെ ഇഷ്ടപ്പെടാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്കൊരു മിസ്കീനായി ജീവിക്കാനും മിസ്കീനായി മരിക്കാനും മിസ്കീന്മാരുടെ കൂടെ നാളെ മഹ്ശറാ ലോകത്ത് ഒരുമിച്ച് കൂടാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ഹാക്കിം എന്നവർ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സലാസും മിനസ് സആദ, 3 വിഷയങ്ങൾ വിജയമാണ്, വസലാസും മിനശ് ശഖാവ, 3 ദിവസങ്ങൾ പരാജയമാണ്. ഫമിനസ് സആദ, വിജയത്തിന്റെ അടയാളം, അൽ മർഅതു തറാഹാ തുഅജിബുക്, നിന്റെ ഭാര്യയെ കാണുമ്പോൾ നിനക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയെ കാണുമ്പോൾ നിനക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, രാവിലത്തെ ജോലിയുടെ ഭാരം വൈകുന്നേരം വരെ അധ്വാനിച്ച് ഒരു തൊഴിലാളി, ഒരു കൂലിപ്പണിക്കാരൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ വളരെ മനോഹരമായി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പുതിയാപ്പിളയെ കാത്തിരിക്കുന്ന പെണ്ണിന്റെ മുഖം കാണുമ്പോൾ ആ കൂലിപ്പണിക്കാരന് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, രാവിലെ 9 മണിക്ക് ഓഫീസിൽ കയറിയതാണ്, 5 മണി വരെ വിശ്രമമില്ലാതെ ഓരോ ആളുകളുടെ ചീത്തയും ഓരോ ആളുകളുടെ തെറിയും കേട്ടുകൊണ്ട് ക്ഷമാശീലനായി വൈകുന്നേരം വരെ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, വൈകുന്നേരം വരെ മക്കളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, വൈകുന്നേരം വരെ ഡ്രൈവർ ജോലി ചെയ്തവൻ, വർഷങ്ങളോളം ഗൾഫിൽ ജീവിച്ചവൻ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ പുഞ്ചിരി തൂകി കാത്തിരിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയുടെ മുഖം കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ഭാഗ്യവാനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്, നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്, ഫതഅ്മനുഹാ അലാ നഫ്സിഹാ വമാലിക്, നിനക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്റെ ഭാര്യ മറ്റൊരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമോ എന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാണ്, നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിൽ വിശ്വാസമില്ല. ജോലിക്ക് പോകുമ്പോൾ ഭാര്യയെ നിങ്ങൾക്ക് സംശയമാണ്, ഭാര്യയുടെ അവിഹിത ബന്ധങ്ങൾ നിങ്ങൾക്കറിയാം, ഭാര്യ അന്യപുരുഷന്മാരെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്കറിയാം. അവസരം കിട്ടിയാൽ ഒന്നിനും മടിക്കാത്തവളാണ് എന്റെ ഭാര്യ എന്നറിയാം. ഇത്തരം ആളുകൾ ഹതഭാഗ്യവാരാണ്, ഇത്തരം ആളുകൾ നിർഭാഗ്യവാന്മാരാണ്. എന്നാൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഭാര്യ മറ്റൊരാളെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുമെന്ന ചിന്ത പോലും നിങ്ങൾക്കില്ല. അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള സമ്പാദ്യം വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ഭാര്യമാര് ചെലവഴിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വീടിന്റെ കറന്റ് ബില്ല് അത് കുറക്കാനാണ് ഭാര്യ നോക്കുന്നത്, അമിതമായി ചെലവഴിക്കാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം, ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സാമ്പത്തികമായി നിങ്ങളോട് സഹായം ചോദിക്കുന്ന, കഴിവിന്റെ പരമാവധി ചെലവ് ചുരുക്കി ജീവിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാർ ഇത്തരത്തിൽ നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കുന്ന ഭാര്യമാരാണെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് വദ്ദാബ, നിങ്ങളുടെ മൃഗം ആ നല്ല മൃഗമാണ്. ഫതൽഹഖുക ബിഅസ്ഹാബിക, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്, കോഴിക്കോട് പോവുകയാണ്, 2, 3, 4 വണ്ടിയിലൂടെ നിങ്ങൾ കോഴിക്കോട് പോവുകയാണ്. നിങ്ങളുടെ വാഹനം എത്ര ഓടിച്ചാലും എത്ര ചവിട്ടിയാലും സുഹൃത്തുക്കളുടെ കൂടെ എത്തുന്നില്ല. അവർ കണ്ണൂരെത്തുമ്പോ നിങ്ങൾ പയ്യന്നൂരെ എത്തിയിട്ടുള്ളൂ, അവർ കോഴിക്കോട് എത്തുമ്പോൾ നിങ്ങൾ കണ്ണൂരെ എത്തിയിട്ടുള്ളൂ. ആ വാഹനം നിങ്ങൾക്ക് നല്ലതല്ല, അത് നിങ്ങളുടെ നിർഭാഗ്യവാനായ വ്യക്തിയുടെ അടയാളമാണ്. നേരെ മറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ പരസ്പരം ഒന്നിച്ച് ഒരിക്കലും വൈകിപ്പോവാതെ അവരെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്, നിങ്ങൾ സൗഭാഗ്യവാന്മാരാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി
പലരും ബുള്ളറ്റ് റൈഡുകൾ നടത്താറുണ്ട്, ബുള്ളറ്റുമായി പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാറുണ്ട്. 10-15ഓളം ബുള്ളറ്റുകൾ ഉണ്ടാകും. എല്ലാവരും ഇങ്ങനെ ഓടിപ്പോകുമ്പോ തന്റെ ബുള്ളറ്റ് മാത്രം ഇടയ്ക്കിടെ പകുതിയിൽ സ്റ്റാർട്ട് ഓഫ് ആകും. അത് തിരിച്ചാൽ സ്പീഡ് പോരാ, തിരിച്ചാൽ വേഗത പോരാ, അവിടെ കൂടെ എത്തുന്നില്ല. ഇത്തരം വാഹനങ്ങൾ അത് ദൗർഭാഗ്യവാന്റെ അടയാളമാണ്. നേരെ മറിച്ച് അവരുടെ കൂടെ നമ്മൾക്കും യാത്ര ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അത് സൗഭാഗ്യവാന്റെ ലക്ഷണമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വദ്ദാറു തകൂനു വാസിഅതൻ കസീറത്തുൽ മറാഫിഖ്, നിങ്ങളുടെ വിശാലമായ വീട്, നിങ്ങളുടെ സൗകര്യത്തിനനുസൃതമായ വീട്. ചങ്ങാതിമാരെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ അവർക്ക് സൗകര്യം, താമസിക്കാനുള്ള സൗകര്യം, അവർക്ക് ഭക്ഷണം നൽകാനുള്ള സൗകര്യം. കുടുംബക്കാര് വീട്ടിലേക്ക് വന്നാൽ, അതിഥികൾ വന്നാൽ, ഗസ്റ്റുകൾ വന്നാൽ അവരെ സ്വീകരിച്ചിരുത്താനുള്ള സംവിധാനമുള്ള വീടാണെങ്കിൽ അത് ഭാഗ്യവാന്റെ ലക്ഷണമാണ് എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിശാലമായ വീട് എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്. കഴിയുന്ന ആളുകളൊക്കെ വിശാലമായ വീടും എടുക്കണം. കഴിയുന്ന ആളുകളൊക്കെ നല്ല വീട് തന്നെ എടുക്കണം. കഴിയാത്ത ആളുകളോ കഴിയുന്നത് പോലെ എടുത്താൽ മതി. സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകൾ കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടോ ഒന്നും ഇവിടെ വീടെടുക്കണ്ട. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയ ഒരു ചെറിയൊരു കിടപ്പറ മതി. കഴിയാത്ത ആളുകൾ അല്ലാഹു തആല ഒരു പക്ഷേ ദുനിയാവിലെ സുഖങ്ങൾ ആസ്വദിക്കാൻ നമ്മൾക്ക് തൗഫീഖ് തന്നില്ലെങ്കിൽ അതിന് പകരം അല്ലാഹു നാളെ മഹ്ശറയിൽ തരും. ആർക്കും ഒരു വിഷമം വേണ്ട. ഇന്നല്ലാഹ യുഹിബ്ബുൽ മാല ഇന്നല്ലാഹ യുഅ്തിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്ബ്. അല്ലാഹു തആല സമ്പാദ്യങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്നവനും കൊടുക്കും, ഇഷ്ടമില്ലാത്തവനും അവൻ കൊടുക്കും. എന്നാൽ അല്ലാഹു തആല ദീൻ നൽകുന്നത് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു വീടില്ല, മനോഹരമായൊരു വാഹനമില്ല, ഒരു വിഷമവും വേണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് നിങ്ങൾ ഓർത്താൽ മതി. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മഹാന്മാരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് മനോഹരമായ ഭക്ഷണം കൊണ്ടുവരികയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഫബകാ, ആ ഭക്ഷണം മുന്നിൽ വെച്ച് കരയാൻ തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, ഖുത്തില മിസ്അബ് ഇബ്നു ഉമൈർ, മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ എന്നവർ കൊല്ലപ്പെടുകയുണ്ടായി. മിസ്അബ് ഇബ്നു ഉമൈറിനെ ശത്രുക്കൾ വധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വധിച്ചപ്പോൾ, ഷഹീദായപ്പോൾ, രക്തസാക്ഷിയായപ്പോൾ കഫൻ ചെയ്യാനുള്ളൊരു തുണി പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. കഫൻ ചെയ്യാനുള്ള തുണി പോലും അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ബാക്കിയുണ്ടായിട്ടില്ല. അദ്ദേഹം ഷഹീദാണ്. എന്നെക്കാളും എത്രയോ നല്ലവരാണ് അദ്ദേഹം. എന്നെക്കാളും അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവനാണ് മിസ്അബ് ഇബ്നു ഉമൈർ എന്നവർ. എന്നാൽ വഫാത്തിന്റെ സമയത്ത്, ഷഹീദായ സമയത്ത് കഫൻ ചെയ്യാനുള്ള സമ്പാദ്യം പോലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിട്ടില്ല. അങ്ങനെ കഫൻ ചെയ്യുമ്പോഴാണ് തലമറച്ചാൽ കാലുമറയുന്നില്ല, കാലുമറച്ചാൽ തലമറയുന്നില്ല. അവസാനം പുല്ല് കൊണ്ടുവരികയാണ്, ഉണക്കപ്പുല്ല്. ഉണക്കപ്പുല്ല് കൊണ്ട് കാല് മറഞ്ഞുകൊണ്ട് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ എന്നവരെ മറമാടുകയാണ് ചെയ്തത്. എന്നെക്കാളും എത്രയോ നല്ലവരാണ് മിസ്അബ് ഇബ്നു ഉമൈർ. അവർക്കൊന്നും ഇതുപോലെ മനോഹരമായ ഭക്ഷണം കഴിക്കാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടില്ല. എനിക്ക് പേടി തോന്നുകയാണ്, ആഖിറത്തിൽ കിട്ടേണ്ട സൗകര്യങ്ങളൊക്കെ അല്ലാഹു ദുനിയാവിൽ തന്നെ ഞങ്ങൾക്ക് തരികയാണോ എന്ന് ആലോചിച്ച് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ കരയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഖുതില ഹംസ, ഹംസ എന്നവർ കൊല്ലപ്പെട്ടു. ഉഹുദിന്റെ രണാങ്കണത്തിൽ വഹ്ശിയുടെ ചാട്ടുളി പ്രയോഗത്തിലൂടെ വളരെ ക്രൂരമായി വധിക്കപ്പെടുകയാണ് ഹംസത്തുൽ ഖറാർ. അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞ സമയമാണത്. ആകാശം പോലും ദുഃഖിച്ച സമയമാണത്. ഹംസത്തുൽ ഖറാറിന്റെ ശരീരത്തിൽ കയറി ശരീരം രണ്ട് പിളർപ്പാക്കി കരൾ ചവച്ചു തുപ്പിയിട്ടുണ്ട്. ആ ഹംസത്തുൽ ഖറാർ എന്നവരെ മറമാടാൻ വേണ്ടി കഫൻ ചെയ്യാനിരിക്കുമ്പോ അദ്ദേഹത്തിനും കഫം പുടയില്ല.
അവസാനം അദ്ദേഹത്തിന്റെ സഹോദരിയായ മഹദിയായ സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ 2 കഷ്ണം തുണിയുമായിട്ട് ചാടി വരികയാണ്. തന്റെ സഹോദരനെ കഫൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ കഫൻ ചെയ്യാൻ 2 കഷ്ണം തുണിയുമായി കടന്നു വന്നപ്പോ തൊട്ടപ്പുറത്തൊരു അൻസാരിയായ ഒരു സ്വഹാബി കിടക്കുന്നുണ്ട്. ആ സ്വഹാബിക്കും കഫൻ ചെയ്യാൻ തുണിയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല. 2 കഷ്ണം തുണിയിൽ നിന്ന് 1 കഷ്ണം അൻസാരിയായ ഈ സ്വഹാബിക്ക് കൊടുത്തു. അവസാനം ഹംസ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ തലമറഞ്ഞാൽ കാല് മറയുന്നില്ല, കാല് മറഞ്ഞാൽ തലമറയുന്നില്ല. ഈ രീതിയിലാണ് ഹംസത്തുൽ കറാറും ലോകത്തോട് വിട പറഞ്ഞത്. അവരൊന്നും സാമ്പത്തികമായി ഒരു സുഖവും ഒരു ആസ്വാദനവും ആസ്വദിക്കാത്തവരാണ്. എന്നാൽ നമ്മൾക്ക് മനോഹരമായ വിഭവങ്ങൾ, മനോഹരമായ വീട്, മനോഹരമായ വാഹനങ്ങൾ, മനോഹരമായ വസ്ത്രങ്ങൾ, എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നമ്മൾക്ക് തരികയുണ്ടായി. എനിക്ക് പേടി തോന്നുകയാണ്. ആഖിറത്തിലുള്ള സൗകര്യങ്ങളെല്ലാം അല്ലാഹു തആല ദുനിയാവിൽ തന്നെ ഞങ്ങൾക്ക് തന്ന് ആഖിറത്തിലെ സൗകര്യങ്ങൾ കുറയ്ക്കുകയാണോ എന്ന പേടി എനിക്കുണ്ട് എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ കരയാൻ തുടങ്ങി. ഫബകാ, കരയാൻ തുടങ്ങി എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരാളും വിഷമിക്കരുത്. നല്ലൊരു വാഹനമില്ലാത്തതിന്റെ പേരിൽ, നല്ലൊരു വീടില്ലാത്തതിന്റെ പേരിൽ അല്ലാഹു സമ്പത്ത് ആർക്കും നൽകും. ഇഷ്ടമുള്ളവർക്കും നൽകും, ഇഷ്ടമില്ലാത്തവർക്കും നൽകും. കേരളത്തിൽ എന്നല്ല, ലോകത്തിന്റെ സകല മേഖലകളിലും സാമ്പത്തികമായി ഏറ്റവും അഭിവൃദ്ധിയുള്ള ആളുകൾ, ലോകത്തിലെ മുതലാളിമാർ, ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാർ, അവരൊക്കെ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നവരാണോ? ഒരൊറ്റ സുജൂദ് പോലും ചെയ്യാത്തവരാണ് ലോകത്ത് അറിയപ്പെട്ട പ്രഗത്ഭരായ മുതലാളിമാരെല്ലാം. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലാഹു സമ്പത്ത് ആർക്കും നൽകും, അതൊരു വിഷയമല്ല. ദീന് കിട്ടിയവൻ അവനാണ് അല്ലാഹുവിന്റെ ആഖിറത്തിലെ വിജയി. അതുകൊണ്ട് എന്തിനാണ് ഈ ദുനിയാവിന്റെ സുഖത്തിന്റെ പേരിൽ വിഷമിക്കുന്നത്? ഒരു വിഷമവും വേണ്ട. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ദുനിയാവിൽ മനോഹരമായ സുഖങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുകയോ അവരെ കുറ്റം പറയുകയോ ചെയ്യുകയും ചെയ്യരുത്. കാരണം അല്ലാഹു പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ് എന്ന പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കാൻ അല്ലാഹു പഠിപ്പിക്കുകയുണ്ടായി. എന്താ ദുനിയാവിലെ വിജയം എന്ന് പറഞ്ഞാൽ? മനോഹരമായ വീട് തന്നെ, മനോഹരമായ വസ്ത്രങ്ങൾ, നല്ല വീട്, നല്ല വാഹനം, ഇത് തന്നെയാണ് ദുനിയാവിലെ സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞു, കിബ്റിന്റെ, അഹങ്കാരത്തിന്റെ ഒരംശം ഒരാൾക്കുണ്ടായാൽ അയാൾ സ്വർഗ്ഗത്തിൽ കിടക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അഹങ്കാരത്തിന്റെ ഒരംശമുണ്ടായാൽ ഒരാളും സ്വർഗ്ഗത്തിൽ കിടക്കൂല എന്നാണ് പഠിപ്പിച്ചത്. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, നബിയേ, ഒരാൾക്ക് നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ട്, ഒരാൾക്ക് നല്ല ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹമുണ്ട്, അത് അഹങ്കാരത്തിൽ പെടുമോ നബിയേ എന്ന് നബിതങ്ങളോട് മഹാനായ സ്വഹാബി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പറഞ്ഞത്, ഇല്ല ഇല്ല, നല്ല വസ്ത്രം ധരിക്കുന്നത് അഹങ്കാരമല്ല, നല്ല ചെരുപ്പ് ധരിക്കുന്നത് അഹങ്കാരമല്ല, നല്ല വീടെടുക്കുന്നതും അഹങ്കാരമല്ല, നല്ല വാഹനവും അഹങ്കാരമല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുന്ദരനാണ്, സുമുഖനാണ്. അല്ലാഹുവിന് സൗന്ദര്യത്തെ ഇഷ്ടമാണ്, അല്ലാഹുവിന് സൗന്ദര്യത്തെ ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദി. അടിമയ്ക്ക് അല്ലാഹു നൽകിയ നിഅമത്ത് അടിമയിൽ കാണാനും അല്ലാഹുവിന് ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും അഹങ്കരിക്കരുത്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതെന്റെ കഷ്ടപ്പാടാണ്, ഇതെന്റെ കഴിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പറയുന്നതിന് പകരം മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ എന്റെ റബ്ബ് തന്നതാണ്, ഇതെല്ലാം അല്ലാഹു തന്നതാണ്, എനിക്കൊന്നുമില്ല, എനിക്കൊരു കഴിവുമില്ല, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇതെല്ലാം എന്റെ റബ്ബിന്റെ തൗഫീഖാണെന്ന് പറഞ്ഞ് എല്ലാം അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ചാൽ മതി. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ.